മക്കളെ നിങ്ങളെ USSന്റെ പ്രിപ്പറേഷൻ സെറ്റായി നടക്കുന്നുണ്ടാവും. നമ്മളെ സൈമാത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മളെ ക്വസ്റ്റ്യൻ വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നേരെ നോക്കിക്കോ. 3:9 + 3:9 + 3:9 = 9:10. എന്താണ് 3:9 + 3:9 + 3:9 9:10 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം നോക്കിക്കോ. നേരെ ക്വസ്റ്റ്യൻ നിങ്ങളെ അനലൈസ് ചെയ്തു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തുണ്ട്, 3:9 + 3:9 + 3:9 9:10 എന്നാ പറഞ്ഞത്. നമുക്ക് ഇയാളെ കാണാതാ, ഇയാളെ ഇതിന്റെ മുകളിലുള്ള എന്നിനാണ് നമുക്ക് കാണേണ്ടത്. എടി നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ നോക്കുന്നത് ഇയാൾ മൂന്നാളെന്താണ് സെയിം ആളാണ്. ഞാൻ എന്ത് ചെയ്യുന്നടാ അപ്പോ 3 × 3:9 എഴുതി. എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നടാ 1 + 1 + 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് 3 നമുക്ക് അല്ലേ, അതിന് നേരെ നമുക്ക് 3 × 1 എഴുതി കൂടെ, സെയിം ആളല്ലേ. അതേപോലെ ഇവിടെ സെയിം ആളെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതെന്തിന് ഈക്വൽ ആണ് 9:10. ഇപ്പൊ നോക്കുന്ന സമയത്ത് എന്താടാ രണ്ടാളെന്ത്, ഇതിന്റെ രണ്ടാളെയും ബേസ് ഒന്നാ, പവർ എന്ത് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ അറിയാടാ x⁻n × x⁻m എന്താണ്, x⁻n × m ആണ്. റെഡി, ആ കാര്യം നേരെ ഇവിടെ അപ്ലൈ ചെയ്ത് നമുക്ക് ഇവിടെ എന്തുണ്ടാവും, ഒറ്റക്ക് എടുക്കാണ് ഒരു പവർ ഉണ്ടാവും. എപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റും, ഒറ്റക്ക് എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, ഒരു പവർ ഉണ്ടാവും. നമ്മൾ നേരെ ആ പവേഴ്സിന് ആഡ് ചെയ്യുന്നു, 3:10 കിട്ടും. = എന്തിനാണ് 9:10 ആണ്. ഓക്കെ, 3 ഉം 9 ഉം തമ്മിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ. 3ന്റെ സ്ക്വയർ ആണ് ആര്, 9. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം എഴുതി കൂടാ, 3² 5 എന്ന് എഴുതി കൂടെ. എങ്ങനെ 3² 5 9:10. എങ്ങനെ ഞാൻ എഴുതിയേ, നമുക്ക് ഇതുകൂടെ അറിയാം. x⁻n m എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, x⁻n എന്ന് നമുക്ക് എഴുതാം. ഓക്കെ നമുക്ക് അങ്ങനെ എഴുതി കൂടെ. ആ കാര്യം ഞാൻ എന്ത് ചെയ്ത്, ഈ 10നെ ഞാൻ എന്ത് ചെയ്തു 2 × 5 എന്ന് എഴുതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 3² × 5 എന്ന് എഴുതാൻ പറ്റും. 3² 5 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ആളെ നമ്മൾ 3² നമ്മൾ കണ്ടുവരിച്ചിട്ടുണ്ട്. 3² ഞാനാണ് നമുക്കറിയാം, 9:5 = 9:10. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കിടക്കുന്നു. എടാ ഇയാള് ഈ 9 എന്ത്, രണ്ടാളും സെയിം അല്ലേ, ബേസ് സെയിം ആണ്, എന്തായിരിക്കും പവറും സെയിം ആയിരിക്കും. ബേസ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും, പവറും സെയിം ആയിരിക്കും. നമുക്ക് എന്താ ആൻസർ കിടക്കുന്നതാ, 5 കിടക്കുന്നു. റെഡി, നമ്മൾ എന്താ ചെയ്ത ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. നമ്മള് ഇയാൾ 3 സെയിം എന്നാണ്, നേരെ നമ്മൾ എന്ത് ചെയ്തു, അതുകൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ഇയാൾ അറിയാം x⁻n × x⁻m എന്ന് പറഞ്ഞാൽ എന്താണ്, x⁻m + n ആണ്. റെഡി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, x⁻n എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഫോർമുല നമുക്കറിയാം. അത് നമ്മൾ ഇവിടെ പോയി അപ്ലൈ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ഈ 10നെ നമ്മളിവിടുത്തെ 10നെ ഞാൻ എന്ത് ചെയ്തു 2 × 5 എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാതിരി 3:2 5 എന്ന് എഴുതിയാൽ നമുക്ക് 3:2 9 ആണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ പവേഴ്സിന് നമ്മൾ ഇക്വേറ്റ് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. റെഡി, എന്റെ വാല്യൂ കണ്ടിട്ടില്ലേ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം കേട്ടോ.